ഹലോ കൂട്ടുകാരെ, 9th സ്റ്റേറ്റ് സിലബസിൽ അമ്മ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കഥാപാത്ര നിരൂപണം ചെയ്യുക. ഓരോ ആളും അമ്മേ എന്ന് സംബോധന ചെയ്യുന്നതിലൂടെ അവരെ സമീപിക്കുമ്പോൾ ഉള്ളറകളിൽ നിന്നും അമ്മയുടെ ഒറ്റപ്പെടലിൻ്റെ തേങ്ങൽ ഉയരുന്നത് കേൾക്കാം. അമ്മ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് ഇടയ്ക്കിടെ പോകാറുണ്ട്. ദാരിദ്ര്യവും ഇല്ലായ്മയും വല്ലായ്മയും വാർദ്ധക്യത്തിൻ്റെ അവശതയും അവരെ ഏറെ തളർത്തിയിട്ടുണ്ട്. വിദേശത്ത് പോയ മക്കൾ വർഷങ്ങളായി അവരെ തിരിഞ്ഞു നോക്കിയിട്ട്, എങ്കിലും തൻ്റെ മക്കളെ കുറ്റപ്പെടുത്തുവാൻ അവർ തയ്യാറാകുന്നില്ല. മക്കളോടുള്ള കടമകളെല്ലാം നിറവേറ്റിയെന്ന ചാരിതാർത്ഥ്യത്തോടെ പരിഭവമില്ലാതെ മക്കളുടെ സ്നേഹത്തിനും കരുതലിനുമായി കാത്തിരിക്കുകയാണ്. വാർദ്ധക്യത്തിൽ ഒരിറ്റു സ്നേഹത്തിനും കരുണയ്ക്കും പരിഗണനയ്ക്കും കൊതിക്കുന്ന ഒരമ്മയുടെ ജീവിതാവസ്ഥയാണ് അമ്മ എന്ന കഥയിലൂടെ മാധവിക്കുട്ടി പറയുന്നത്. അത്യധികം ഏകാന്തതയും സ്നേഹശൂന്യതയുമാണ് അമ്മ എന്ന കഥാപാത്രത്തിൻ്റെ ജീവിതം. ക്വസ്റ്റ്യൻ നമ്പർ 2. ബലേറാം എന്ന പാൽക്കാരൻ്റെ പ്രവൃത്തി സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്ത്? അപകടത്തിൽപ്പെട്ട് പ്രയാസപ്പെടുന്നവരെ സഹായിക്കേണ്ടത് ഏതൊരു പൗരൻ്റെയും കടമയാണ്. എൻ്റെ അമ്മുമ്മയാണെങ്കിൽ ഞാൻ പുറത്തേക്ക് അയക്കില്ല എന്ന് പറയുന്നതിലൂടെ പ്രായമായ മാതാപിതാക്കളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കേണ്ടത് മക്കളാണ് എന്ന് സൂചിപ്പിക്കുന്നു. നിരാലംബരായവരോട് നാം കാണിക്കുന്ന സ്നേഹം അവരുടെ എല്ലാ വേദനയും മറക്കാൻ സഹായിക്കുന്നു. ജീവിത മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് മാനവികതയുടെ ഉയർന്ന തലങ്ങളിലേക്ക് സമൂഹം എത്തുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. കഥയിൽ അവതരിപ്പിക്കുന്ന വർത്തമാനകാല സാമൂഹിക പ്രശ്നങ്ങൾ എന്തെല്ലാം? മക്കളുടെ സ്നേഹവും കരുണയും കരുതലും ലഭിക്കാത്ത വൃദ്ധരായ മാതാപിതാക്കൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും കഷ്ടപ്പാടും, സ്നേഹരഹിതമായ സമീപനം സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥ, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന താളപ്പിഴകളും തകർച്ചകളും, വൃദ്ധരായ മാതാപിതാക്കളുടെ ഒറ്റപ്പെടൽ. ഈ ക്വസ്റ്റ്യനൊക്കെ എക്സാമിന് ചോദിക്കാൻ വളരെ ഉറപ്പുള്ള ക്വസ്റ്റ്യൻസാണ്. ഓരോ ചാപ്റ്ററിലും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻ എടുത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് പിന്നെയും വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമാകും. അപ്പോൾ നമസ്കാരം കൂട്ടുകാരെ.